ഹായ് ഫ്രണ്ട്സ്, സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ നോർമൽ ബ്ലൗസിൽ എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ ഫിനിഷിങ്ങിൽ നല്ല കൃത്യമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെ പൈപ്പിംഗ് ചെയ്ത് കിട്ടും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബ്ലൗസ് തുന്നി വെച്ചിട്ടുണ്ട്, നെക്ക് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ 4 പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വീതി വന്നിട്ട് 1.5 ഇഞ്ച് വീതിയാണ് നമ്മൾ അതായത് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രോസ് പീസ് ആദ്യം നമ്മൾ ഇങ്ങനെ, അതായത് ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഒരു വാല് പോലെ, അതായത് ഇങ്ങനെ ഒരു എയുടെ ഷേപ്പിന് വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അടുത്ത ഭാഗവും അതുപോലെ തന്നെ വെച്ച് 4 പീസും നമ്മൾ ആദ്യം ജോയിൻ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 4 പീസും കണ്ടോ എ പോലെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അരികത്തൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകും. പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടത്തില്ല, അവിടെ ഒരു കട്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്യേണ്ടത് കണ്ടോ, ഇതിങ്ങനെ 2ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 ഭാഗവും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ പൈപ്പിംഗ് ചെയ്യേണ്ട ബ്ലൗസിലേക്ക് ഇത് ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നല്ല വശവും കൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് വലിച്ച് പിടിക്കരുത് എന്ന് പറയും. പക്ഷേ നമ്മുടെ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഈ പീസിനെ, അതായത് നമ്മുടെ ക്രോസ് പീസിനെ ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കണം കേട്ടോ. അത് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനൊന്ന് കാണിക്കാം സ്റ്റിച്ച് ചെയ്ത്. അതായത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം അരികത്തൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അധികം തയ്യൽ തുമ്പ് പോകണ്ട. അതായത് ഒന്ന് വലിച്ചു കൊടുത്തിട്ട്, അതായത് അധികം വലിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട്, ക്രോസ് പീസിനെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ പൈപ്പിങ്ങും വൃത്തിയായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് ലാസ്റ്റ് വരെയും ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു 0.1 ആ ഒരു ഗ്യാപ്പാണ് തയ്യൽ തുമ്പായിട്ട് വേണ്ടത്. അതിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ അത്രയും കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് നല്ല ചെറിയതായിട്ട് പൈപ്പിംഗ് വരുന്നതാണ് കാണാൻ ഭംഗി നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എത്ര ഇവിടെ വീതി കൂടുന്നോ അതിനനുസരിച്ച് പൈപ്പിങ്ങിൻ്റെ വലുപ്പവും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 0.1 ആ ഒരു ഗ്യാപ്പിൽ മതി നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് അലവൻസ്. ബാക്കിയുള്ളത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക എല്ലാ ഭാഗത്തും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും കണ്ടോ 0.1 മാത്രമേ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ടുള്ളൂ. എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം അകത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ നമ്മുടെ പൈപ്പിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ഈ പൈപ്പിങ്ങിൻ്റെ ഇപ്പുറത്തൂടെ, അതായത് പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൊള്ളാണ്ട് അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ. കണ്ടോ, അതായത് നമ്മൾ പൈപ്പിങ്ങിന് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഇതൊന്നിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ പൈപ്പിങ്ങിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പൈപ്പിംഗ് അവിടെ ഫോമായി വരും.
കണ്ടോ, നല്ല ഫിനിഷിങ്ങിലും നല്ല വൃത്തിയിലും നമുക്ക് ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഏറ്റവും ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, അതായത് ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ മേളിലേക്കാണ് ഇരിക്കേണ്ടത്. മേളിലേക്ക് വെച്ചിട്ട് അകത്തേക്ക് മടക്കി കൊടുത്തിട്ടാണ്, അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു പൈപ്പിംഗ് ഫോമായി വരുന്നത്. അത് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ക്രോസ് പീസ് കറക്റ്റായിട്ട് പൈപ്പിങ്ങിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് കൊടുത്ത് കണ്ടോ, ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതാ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പൈപ്പിങ് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിനാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. അത് നമുക്ക് നല്ല പെർഫെക്ഷനിൽ ചെറിയ അളവിൽ തന്നെ, അതായത് ചെറുതായിട്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനമാവും കേട്ടോ. അതായത് നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.